ഹായ് ഓൾ, മൈ നെയിം ഇസ് സാദിര. ഇന്ന് നമ്മൾ 10th കെമിസ്ട്രി ആദ്യത്തെ ചാപ്റ്റർ തുടങ്ങുകയാണല്ലേ. അപ്പൊ ആദ്യത്തെ ചാപ്റ്റർ തന്നെ ഓർഗാനിക് കെമിസ്ട്രി ആയതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാവും അല്ലെ. പണ്ടേ നമുക്ക് ഓർഗാനിക്കുമായിട്ട് നമ്മൾ ജഗടയാണല്ലോ. എന്നാലും നമുക്ക് നന്നായിട്ട് ഇത്തവണ കെമിസ്ട്രി തുടങ്ങാം. കെമിസ്ട്രിയിൽ എല്ലാവർക്കും A+ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നന്നായി തന്നെ എന്താ പറയുക, അതിന് വേണ്ടി എഫേർട്ട് എടുക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ചാപ്റ്ററിലേക്ക് പോവാം. ഓക്കെ, നമ്മുടെ ചാപ്റ്റർ എന്തായിരുന്നു? നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം അല്ലെ. ഞാനൊരു കാര്യം ചോദിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും പേരുണ്ട് അല്ലെ, മിസ്സിനും പേരുണ്ട്. നമ്മുടെ പേരൊക്കെ എന്താ? നമ്മുടെ അച്ഛനും അമ്മയും ഒരു പേര് വിളിക്കും, വീട്ടുകാരും ഒരു പേര് വിളിക്കും, നാട്ടുകാരും മറ്റൊരു പേര് വിളിക്കും, അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പോ പക്ഷെ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സിന് പേര് കൊടുക്കണമെങ്കിൽ അതിന് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത്. ഓർഗാനിക് കെമിസ്ട്രിയിലെ നോമൻക്ലേച്ചർ നാമകരണം, പേര് കൊടുക്കല്, അതിന് നമുക്ക് എന്ത് ചെയ്യണം? അതിന് ഓരോ രീതികളുണ്ട്, അത് നമുക്ക് പഠിക്കാം. അതുകൂടാതെ നമ്മൾ ഇന്ന് നോക്കുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഐസോമറിസം കൂടെയാണ്. അതും എന്താന്നുള്ളത് നമുക്ക് തുടരെ മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങുമല്ലേ? ക്ലിയർ? അപ്പോ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നോമൻക്ലേച്ചറിലേക്ക് പോണേക്കാൾ മുന്നേ മക്കള് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ 9ാം ക്ലാസ്സിൽ ഓർഗാനിക് കെമിസ്ട്രി കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ. നമുക്ക് കണ്ടൻസ്ഡ് ഫോർമുല അറിയാം, മോളിക്കുലർ ഫോർമുല അറിയാം, ഹൈഡ്രോ കാർബൺസിന് എത്ര ടൈപ്പ് ഉണ്ടെന്ന് അറിയാം. നമുക്കതൊന്ന് നോക്കിയാലോ? ഓക്കെ, ഹൈഡ്രോ കാർബൺസ് എത്ര ടൈപ്പ് ഉണ്ട്? 3 ടൈപ്പ് ഉണ്ട് അല്ലെ. ആൽക്കെയിൻസ് ഉണ്ട്, ആൽക്കീൻസ് ഉണ്ട് അല്ലെ. നോക്കി ഇവിടെ ആദ്യത്തേല് ആൽക്കൈൻസ്, പിന്നെ ആരായിരുന്നു ഉണ്ടായിരുന്നേ? ആൽക്കീൻസ് ഉണ്ട്, പിന്നെ ആൽക്കൈൻസ് ഉണ്ട്. നമുക്കറിയാം ആൽക്കെയിൻസ് ആണെങ്കിൽ അതെന്തായിരുന്നു? സിംഗിൾ ബോണ്ട് ആണ് അല്ലെ. ആൽക്കെയിൻസ് ആണെങ്കിൽ എന്താണ്? സിംഗിൾ ബോണ്ട് ആണ്. ആൽക്കെയിൻസിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം ഡബിൾ ബോണ്ട് ആണ്. ആൽക്കൈൻസ് ആണെങ്കിൽ എന്താണ്? ഡബിൾ ബോണ്ട് ആണ്. അതായത് ആൽക്കെയിൻ ആണെങ്കിൽ ഒരു കാർബണും മറ്റൊരു കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആണ്. എന്നാൽ ആൽക്കീൻ ആണെങ്കിൽ 2 കാർബൺ തമ്മിൽ എന്ത് ബോണ്ടാണ്? ഡബിൾ ബോണ്ട് ആണ്. ഇനി ആൽക്കൈൻസിലേക്ക് വരുമ്പോൾ ഒരു കാർബണും അടുത്ത കാർബണും തമ്മിൽ എന്ത് ബോണ്ടാണ്? ട്രിപ്പിൾ ബോണ്ട് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്തേക്ക് പോകാം. ഇനി ബോർഡ് റൂട്ടിനെ പറ്റിയിട്ട് നിങ്ങൾക്കറിയാലോ എന്താ ബോർഡ് റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ഓക്കെ, പദമൂലം എന്നൊക്കെ പറയും അല്ലെ. അതായത് നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ പേര് കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ വേർഡ് റൂട്ട് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു കാർബണേ ഉള്ളെങ്കിൽ വേർഡ് റൂട്ട് എന്തായിരുന്നു? മെത്തായിരുന്നു. ഓക്കെ, 2 കാർബൺ ആണെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ അതാണ് എന്താ പറയാ? പ്രൊപ്പ്, 4 ആണെങ്കിൽ ബ്യൂട്ട്, 4 ആണെങ്കിൽ അത് ബ്യൂട്ടാണ്. ക്ലിയർ? 5 ആണെങ്കിൽ അത് പെന്റ്, 6 ആണെങ്കിൽ അവിടെ എന്ത് വരുന്നു? 6 ആണെങ്കിൽ എന്താ വരുന്നേ? ഹെക്സ് വരുന്നു അല്ലെ. ഹെക്സ്. 7 ആണെങ്കിൽ ഹെപ്റ്റ്, 8 ആണെങ്കിൽ ഒക്ട്, 9 ആണെങ്കിൽ നൺ, 10 ആണെങ്കിൽ എന്ത് വരുന്നു? ഡെക്ക് വരുന്നു. നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഒരു 7 വരെയുള്ളതെങ്കിലും പഠിച്ചിരിക്കണം. ഓക്കെ, കാര്യം 7 വരെയുള്ളതൊക്കെ എന്തായാലും നമുക്ക് നോമൻക്ലേച്ചറിൽ ആവശ്യമുള്ളതാണ്. അപ്പൊ ഒരു കാർബണേ ഉള്ളെങ്കിൽ അതിന്റെ വേർഡ് റൂട്ട് എപ്പോഴും എന്തായിരിക്കും? മെത്തായിരിക്കും. അതല്ല 2 കാർബൺ ആണെങ്കിൽ എന്തായിരിക്കും? എത്തായിരിക്കും. 3 ആണെങ്കിൽ പ്രൊപ്പായിരിക്കും. ക്ലിയർ? ഇത്രയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നമുക്ക് അടുത്ത സ്ലൈഡ് നോക്കാം. നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച്. അപ്പോ നിങ്ങൾക്ക് അറിയാം ഓർഗാനിക് സ്ട്രക്ചർ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത്. അതില് ഈ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സർ, ഒരു സ്ട്രക്ചർ കാണിച്ചു തരാം. ഈ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്? ഇവിടെ ഒരു മെയിൻ ചെയിൻ കാണുന്നുണ്ടല്ലേ. മെയിൻ ചെയിൻ മനസ്സിലാക്കുന്നുണ്ടോ? ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ ആയിട്ട് വരുന്നത്. അതായത് ഇതിനെ മൊത്തമാണ് മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ എന്താണ്? ഈ മെയിൻ ചെയിനിന് ഒരു എക്സ്റ്റൻഷൻ ഇവിടെ ഉണ്ട്. നമ്മൾ എന്ത് വിളിക്കുന്നു? അയാളാണ് ബ്രാഞ്ച്. ക്ലിയർ ആണല്ലോ? അപ്പൊ മെയിൻ ചെയിൻ എന്താണ്? ബ്രാഞ്ച് എന്ന് മക്കൾ മനസ്സിലാക്കിയിരിക്കണം. ഇനി നമുക്കിത് പേരെങ്ങനെയാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പൊ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച്. നമ്മൾ പറഞ്ഞു ബ്രാഞ്ച് എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആ ബ്രാഞ്ചിൽ നമുക്ക് എങ്ങനെ പേര് കൊടുക്കാന്നുള്ളത്. നിങ്ങൾ നോമൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ഒരു ബ്രാഞ്ച് ഉള്ള ആൽക്കെയിന് എങ്ങനെ പേര് കൊടുക്കാം എന്ന് പറയുമ്പോൾ 2 പോയിന്റ് എപ്പോഴും മനസ്സിലുണ്ടായിരിക്കണം. ഓക്കെ, അതില് ഫസ്റ്റ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവണം? മെയിൻ ചെയിൻ. മിസ് മെയിൻ ചെയിൻ കാണിച്ചെന്നില്ലേ? ആ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ലോങ്സ്റ്റ്
കാർബൺ ഉള്ളതായിരിക്കണം അതിലെ മെയിൻ ചെയിൻ. അതാണ് പറയുന്നത് എന്തായിരുന്നു, ഐഡന്റിഫൈ ദ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ അല്ലെ, ഐഡന്റിഫൈ ദി ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. അതാണ് ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ഐഡന്റിഫൈ ദി ലോങ്സ്റ്റ് കാർബൺ ചെയിൻ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ നോക്കാം നമുക്ക്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്പർ ദി കാർബൺ ആറ്റംസ്. അപ്പൊ നമുക്കൊരു ബ്രാഞ്ച് ഉള്ള ഒരു ആൽക്കീന് പേര് കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം ലോങ്സ്റ്റ് ചെയിനെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഈ ലോങ്സ്റ്റ് ചെയിൻ മനസ്സിലുണ്ടായാൽ മതി. ഇനി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും അതെന്താന്നുള്ളത്. ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറഞ്ഞാൽ കാർബണിന്റെ എണ്ണം ഏറ്റവും കൂടുതൽ ഉണ്ടാവണം. ഓക്കെ, അതാണ് മെയിൻ ചെയിൻ ആയിട്ട് എടുക്കേണ്ടത്. അതാണ് ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ എന്ത് പറയുന്നു, ഇനി അതില് ഇപ്പൊ നിങ്ങൾ നോക്കിയാല് ബ്രാഞ്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞില്ലേ, നമ്മളിത് ഇവിടെ CH3 കണ്ടോ, CH3 കണ്ടില്ലേ. ഈ CH3 ആണല്ലോ ബ്രാഞ്ച്. അപ്പൊ ബ്രാഞ്ചിനും പേര് കൊടുക്കാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. CH3ക്ക് പേര് കൊടുക്കുമ്പോൾ നിങ്ങൾക്കറിയാം CH4ന്. CH4 എന്തായിരുന്നു, മുന്നേ പഠിച്ചിട്ടുണ്ട്. CH4 ഒരു ആൽക്കെയിൻ ആണ്. അത് എന്തായിരുന്നു, ഏത് ആൽക്കെയിൻ ആയിരുന്നു, മീഥെയിൻ ആയിരുന്നു അല്ലെ, മീഥെയിൻ ആയിരുന്നില്ലേ CH4 എന്ന് പറയുന്നത്. അപ്പൊ CH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്കൊന്ന് നോക്കാട്ടോ. അതായത് CH3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മീഥൈൽ എന്ന് പറയും. CH3 എന്ന് പറഞ്ഞാല് എന്താണ് അവിടെ വരുന്നത്, ദിസ് വൺ. ഓക്കെ, മീഥൈൽ. അതായത് എന്ത് ചെയ്യുന്നു, മീഥൈനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോകുമ്പോ നമുക്ക് എന്ത് കിട്ടി, CH4ൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയപ്പോ നമുക്ക് CH3 കിട്ടി. ഓക്കെ, അപ്പൊ CH3ന് എവിടെ ബ്രാഞ്ച് കണ്ടു കഴിഞ്ഞാലും അതിന്റെ പേര് എന്താണ്, മീഥൈലാണ്. ക്ലിയർ ആണല്ലോ. ഇനി അപ്പൊ നമുക്ക് അടുത്ത ഒരു ബ്രാഞ്ചിന്റെ പേരും കൂടെ പഠിക്കാം. എന്തായിരുന്നു ഇവിടെ, നിങ്ങൾക്കറിയാം ഇഥൈൽ. ക്ലിയർ, ഇഥൈൽ. ഈഥൈൽ ആണെങ്കിൽ അതിന്റെ സ്ട്രക്ചർ എന്തായിരുന്നു, CH2 CH3. ക്ലിയർ, CH2 CH3. ഇതും സിമ്പിൾ ആണ്, നിങ്ങൾക്കറിയാം. എന്ത്, C2H6. C2H6 ആരായിരുന്നു, ഈഥെയിൻ ആയിരുന്നു. ഓക്കെ, ഈഥൈനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി. മിസ് ഇതിന്റെ സ്ട്രക്ചറിനെ ഒന്ന് താഴേക്ക് എഴുതുന്നുണ്ട് കേട്ടോ. C2H6 എന്ന് പറഞ്ഞാല് എന്തായിരുന്നു, CH3 സിംഗിൾ ബോണ്ട് CH3. മക്കളെ ഇവിടെ നിന്ന് CH3. ക്ലിയർ, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോകുമ്പോൾ, ഇവിടെ നിന്ന് ഒരു ഹൈഡ്രജൻ പോയപ്പോൾ എന്ത് കിട്ടി, CH2 CH3 അല്ലെ. അതാണല്ലോ C2H5 എന്ന് പറയുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി വെക്കാം. മീഥൈൽ ഒരു CH3നെ എവിടെ കണ്ടു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവണം അത് മീഥൈൽ ഗ്രൂപ്പ് ആണ്. ഇനി അതല്ല, ഒരു CH2 CH3 ആണ് ബ്രാഞ്ചിൽ കാണുന്നെങ്കിൽ മനസ്സിലാക്കണം ഈഥൈൽ ആണെന്ന്. ഇനി അതല്ല, CH2 CH2 CH3 ആണെങ്കിൽ എന്ത് മനസ്സിലാക്കണം, പ്രൊപ്പൈൽ ആണെന്ന്. ക്ലിയർ. അപ്പോ ഇത് പഠിക്കാൻ എളുപ്പമാണ്. എന്താ, ആൽക്കെയിൻ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഹൈഡ്രജന് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി, ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടി. നോക്കൂ, ഇവിടുത്തെ തേർഡ് പോയിന്റ് നമുക്കൊന്ന് നോക്കാം. നെയിം ദ ബ്രാഞ്ചസ് ആൽക്കൈൽ ഗ്രൂപ്പ്. നോക്കാം, ആൽക്കൈൽ ഗ്രൂപ്പിന്റെ നെയിം പറയുമ്പോൾ വേർഡ് റൂട്ട് ഏതാണോ വേർഡ് റൂട്ട്, ആ വേർഡ് റൂട്ടിന്റെ കൂടെ എന്ത് ചേർത്താൽ മതി, YL ചേർത്താൽ മതി. ക്ലിയർ ആണല്ലോ. ഓക്കെ അല്ലേ. അപ്പോ മിസ് ഇപ്പോ നോമെൻക്ലേച്ചർ ഓഫ് ആൽക്കെയിൻസ് വിത്ത് 1 ബ്രാഞ്ച് അതിനെ പറ്റി പറഞ്ഞപ്പോ 2 പോയിന്റ് ആണ് പറഞ്ഞത്. ഒന്നെന്തായിരുന്നു, ലോങ്സ്റ്റ് ചെയിൻ ആയിരിക്കും മെയിൻ ചെയിൻ. ലോങ്സ്റ്റ് ചെയിൻ അതായത് കാർബണിന്റെ എണ്ണം ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് എന്താ പറഞ്ഞത്, ബ്രാഞ്ചിന്റെ പേരിനെ പറ്റിയിട്ടാ പറഞ്ഞത്. അതായത് ബ്രാഞ്ചുകളൊക്കെ ആൽക്കൈൽ ഗ്രൂപ്പ് ആണ്. ഓക്കെ, അതായത് ആൽക്കെയിനിൽ നിന്ന്, അതായത് കാർബണും കാർബണും സിംഗിൾ ബോണ്ട്, ആൽക്കെയിനിൽ നിന്ന് ഒരു ഹൈഡ്രജൻ എടുത്തു കളഞ്ഞപ്പോ നമുക്ക് എന്ത് കിട്ടി, ആൽക്കൈൽ ഗ്രൂപ്പ് കിട്ടി. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ഇത്രയും കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒരു ബൈഹാർട്ടെങ്കിലും പഠിച്ചു വെച്ചോളൂ. എന്താണ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ, മീഥൈൽ ആണെങ്കിൽ അത് CH3 ആണ്, ഈഥൈൽ ആണെങ്കിൽ CH2 CH3 ആണ്. ഈ രണ്ടെണ്ണെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിച്ചു വെക്കാം. എക്സാംസിനൊക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഈ രണ്ടെണ്ണത്തിന്റെയാണ്. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് കർമ്മത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ പേരിടൽ കർമ്മം സിമ്പിൾ ആണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് നോക്കിയേ, IUPAC നെയിമിംഗ് ഫോർമാറ്റ്, പൊസിഷൻ, ബ്രാഞ്ച് നെയിം, മെയിൻ ചെയിൻ. സിമ്പിൾ ആണ്. അതായത് എന്ത് ചെയ്യണം, ആദ്യം പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്. ഓക്കെ, പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് കൊടുക്കണം, ഹൈഫൺ കൊടുക്കണം. പിന്നെ നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് കൊടുക്കണം, വേർഡ് റൂട്ട് കൊടുക്കണം, സഫിക്സ് കൊടുക്കണം. മിസ്സിന് ഇങ്ങനെ പറയാൻ നല്ല രസമുണ്ടല്ലേ, നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലല്ലോ.
അത് മനസ്സിലാവില്ല. അത് നമ്മൾ എക്സാമ്പിൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ 2 പോയിന്റില് എന്ത് മനസ്സിലാക്കി? മെയിൻ ചെയിൻ ലോങ്സ്റ്റ് ചെയിൻ ആണെന്ന് മനസ്സിലാക്കി. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? ബ്രാഞ്ചിനെ പറ്റിയിട്ട് മിസ് പറഞ്ഞു. ബ്രാഞ്ചിന്റെ പേര് നമ്മൾ പഠിച്ചു. CH3 ആണെങ്കിൽ ആൽക്കൈൽ ആണെന്ന് പഠിച്ചു. പക്ഷെ ഒരു കാര്യം മനസ്സിൽ വെക്കണം, ബ്രാഞ്ചിനെ എവിടെ കണ്ടാലും അതിന്റെ പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കണം. ബ്രാഞ്ച് സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കണം. മെയിൻ ചെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ്സ്റ്റ് കാർബൺ ആയിരിക്കണം. ക്ലിയർ ആണല്ലോ? ഇനി പേര് കൊടുക്കുന്നതിന് ഇതൊന്നും മനസ്സിലുണ്ടാവണം. പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് ഹൈഫൻ നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് വേർഡ് റൂട്ട്. വേർഡ് റൂട്ട് എന്താണെന്നറിയാം, നേരത്തെ ചെക്ക് ചെയ്തായിരുന്നല്ലോ. ഓക്കെ, സഫിക്സ് എ. ഇനി മിസ് ഒരു എക്സാമ്പിൾ ചെയ്യാൻ പോവാണേ. ഇവിടെ നോക്കിയേ, ഇവിടുത്തെ സ്ട്രക്ചർ നോക്കണം. CH3 CH2 CH2 CH CH3. ഓക്കെ, ഇതില് CH3 ഇവിടത്തെ CH3 CH2 CH2 സിംഗിൾ ബോണ്ട് CH സിംഗിൾ ബോണ്ട് CH3. എത്ര കാർബൺ ആറ്റംസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്? ഓക്കെ, നമ്മൾ ഇനി എണ്ണാൻ പോവാണ് കേട്ടോ. എന്താണ്? 1 2 3 4 5. ക്ലിയർ ആണല്ലോ? ഓക്കെ, 5 കാർബണിന് നമുക്ക് കാണാൻ പറ്റി അല്ലെ? അപ്പൊ അതിന് നമ്മൾ എന്തായിട്ട് എടുക്കുന്നു? ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, ഇവിടെ നിന്ന് ഒരാൾക്ക് എടുക്കുന്നുണ്ട്. അയാളാണ് നമ്മുടെ ബ്രാഞ്ച്. ക്ലിയർ? CH3 ബ്രാഞ്ചിന്റെ പേരെന്തായിരുന്നു? മീഥൈൽ ആയിരുന്നു അല്ലെ? ഓക്കെ, ഇനി നമ്മൾ പേരിടാൻ പോകുമ്പോ മിസ് പറഞ്ഞു എന്താണ്? ബ്രാഞ്ചിന് എപ്പോഴും സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കണം കൊടുക്കേണ്ടത്. ഓക്കെ, മിസ് ഈ സ്ട്രക്ചർ ഒന്ന് ഇവിടെ വരയ്ക്കുന്നത്. CH3 CH2 CH CH CH3 ബ്രാഞ്ച് എന്ത് വന്നു? CH3 വന്നു. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി മിസ് ഇതിന് നമ്പർ കൊടുക്കാൻ പോവാണ് കേട്ടോ. മിസ് നമ്പർ കൊടുക്കുമ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്കും പിന്നെ റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്കും മിസ്സിന്റെ റൈറ്റ് എന്ന് കൊടുക്കുവാണ് കേട്ടോ. ഒരറ്റത്ത് നിന്ന് അടുത്തറ്റം, അടുത്തറ്റത്ത് ഈ അറ്റം, അങ്ങനെ ആലോചിച്ചാലും കുഴപ്പമില്ല. മിസ് കൊടുത്തേ 1 2 3 4 5. ക്ലിയർ? ഇനി മിസ് എന്ത് ചെയ്തു? അറ്റത്തിൽ നിന്ന് ആ അറ്റത്തിലേക്കും കൊടുക്കാൻ പോവാണ്. ഓക്കെ, മിസ്സിന്റെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് കൊടുത്തേ 1 2 3 4 5. ഓക്കെ, ഇനി മിസ് പേരിടാൻ പോകുന്നതിൽ മിസ് പറഞ്ഞു പൊസിഷൻ ഓഫ് ബ്രാഞ്ച്. എടുക്കുന്നു നമ്മുടെ താരം. പൊസിഷൻ ഓഫ് ബ്രാഞ്ച്, പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്. ഇത് കണ്ടുപിടിക്കാൻ മിസ് ഒരു കാര്യം പറഞ്ഞെന്നുണ്ടായി. എന്തായിരുന്നു? സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കണം ബ്രാഞ്ചിന്. നിങ്ങളിപ്പോ നമ്പർ ഇട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി ഈ ബ്രാഞ്ച് കിടക്കുന്ന ഏതൊക്കെ പൊസിഷനിലാണ്? സെക്കൻഡ് പൊസിഷൻ. എവിടെ നിന്ന്? മിസ്സിന് കേട്ടോ റൈറ്റ് ടു ലെഫ്റ്റ് മിസ് നോക്കിയപ്പോ സെക്കൻഡ് പൊസിഷനിലും, എന്നാൽ മിസ് ലെഫ്റ്റ് ടു റൈറ്റ് നോക്കിയപ്പോ അത് 4th പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 2 ആണോ 4 ആണോ ചെറുത്? എണ്ണൽ ഇനി നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി പഠിക്കണോ? വേണോ? 4 ആ വലുത്? 2 ആണ് വലുതല്ല, ചെറുത്. 2 ആണോ 4 ആണോ ചെറുത്? 2 അല്ലേ? ഓക്കെ, അപ്പോ ഇവിടുത്തെ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് കണ്ടോ മക്കളെ? പൊസിഷൻ ഓഫ് ബ്രാഞ്ച് 2 എങ്ങനെയാന്ന് വന്നായി മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ഇനി ഇവിടെ എന്തായിരുന്നു? വേർഡ് റൂട്ട്. ഇവിടേക്ക് ഒന്ന് തിരിച്ച് ബാക്കിലേക്ക് മിസ് പോണ്ട്. ഇവിടെ ഹൈഫൺ കൊടുക്കണം, അത് രീതിയാണ്. അത് കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞ? നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ആരായിരുന്നു? CH3 ആയിരുന്നു. ക്ലിയർ? CH3 അല്ലേ നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്? അതാരായിരുന്നു? മീഥൈൽ ആയിരുന്നു. അതും നമുക്കറിയാം. കഴിഞ്ഞിട്ട് വേർഡ് റൂട്ട് വേണ്ടേ? കണ്ടില്ലേ? നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പിലേക്ക് എത്തി, വേർഡ് റൂട്ടിലേക്ക് വരണം. വേർഡ് റൂട്ട് പറഞ്ഞ എന്തായിരുന്നു? ഏതാ ഇതിന്റെ വേർഡ് റൂട്ട്? അതായത് 5 ആണ് കാർബൺ. 5 കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് എന്തായിരുന്നു? ഒരു കാർബൺ ആണെങ്കിൽ മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. 5 ആണെങ്കിൽ എന്തായിരുന്നു വന്നിരുന്നത്? പെന്റ് അല്ലെ? വേർഡ് റൂട്ട് എന്ന് പറഞ്ഞാല് പെന്റ്. വേർഡ് റൂട്ട് പെന്റ്. ഓക്കെ, അപ്പൊ അതിന്റെ പേര് അവര് പേരിട്ടിട്ടുണ്ട് കേട്ടോ. നോക്കൂ, അതെന്തായിരുന്നു പറഞ്ഞത്? പൊസിഷൻ ഓഫ് ബ്രാഞ്ച് അല്ലെ? സെക്കൻഡ് പൊസിഷനിലല്ലേ? സെക്കൻഡും 4 ഉണ്ട്, അതിൽ സെക്കൻഡ് എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് കൊടുത്തു? ഇവിടുത്തെ റൂള് മനസ്സിലുണ്ടാവണം. പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് പ്ലസ് എന്ത് കൊടുത്തു? ഒരു ഹൈഫൺ കൊടുത്തു. ഓക്കെ മക്കളെ, 2 കഴിഞ്ഞിട്ട് ഒരു ഹൈഫൺ ഇല്ലേ? ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത്? നെയിം ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്. ഇവിടെ ഏത് ആൽക്കൈൽ ഗ്രൂപ്പാ ഉള്ളത്? CH3. CH3 ഏത് ആൽക്കൈൽ ഗ്രൂപ്പാ? മീഥൈൽ ഗ്രൂപ്പ് ആണല്ലേ? അപ്പൊ നമ്മൾ എന്ത് എഴുതി? മീഥൈൽ എഴുതി. അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടേ?
പ്ലസ് വേർഡ് റൂട്ട്. വേർഡ് റൂട്ട് എഴുതി. എന്താ, നമുക്ക് 5 കാർബണാ ഉള്ളത്. അപ്പൊ അത് എന്തായിരുന്നു, പെന്റാണല്ലേ. സഫിക്സ്, ഒരു കാര്യം ആലോചിക്കാം, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സഫിക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ആയിരിക്കും. ഓക്കെ, സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സഫിക്സ് എന്ന് പറയുന്നത് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടുത്തെ IUPAC നെയിമില് എന്ത് കിട്ടിയത്, മീഥൈൽ പെന്റൈൻ. ഓക്കെ, എങ്ങനെയായിരുന്നു, പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്, സെക്കൻഡ് പൊസിഷൻ, ഹൈഫൻ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബ്രാഞ്ചിന്റെ പേര് കൊടുത്തു, അത് കഴിഞ്ഞിട്ട് വേർഡ് റൂട്ട് കൊടുത്തു, പെന്റ് കൊടുത്തു, വേർഡ് റൂട്ട് പെന്റ് കൊടുത്തു അല്ലെ. അത് കഴിഞ്ഞിട്ട് എന്ത് കൊടുത്തു, എയിൻ അല്ലെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് കൊടുത്തു, എയിൻ കൊടുത്തു സഫിക്സ് ആയിട്ട്. ഇതാണ് ഒരു എക്സാമ്പിൾ. അടുത്ത എക്സാമ്പിളും കൂടെ നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ധാരണ ഉണ്ടായിരിക്കും. അതൊന്ന് നമുക്ക് നോക്കിയാലോ. ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആരും കള്ളത്തരൊന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ മിസ്സിന്റെ കൂടെയാണ് കോമ്പൗണ്ട് എഴുതിയിട്ട് ചെയ്യേണ്ടത്. ബോക്സ് ഒന്നും നോക്കരുത് കേട്ടോ. ആദ്യം തന്നെ ബോക്സ് നോക്കില്ല. നമ്മൾ നല്ല കുട്ടികളാണ്. നമ്മൾ ആദ്യത്തെ ഇതേ പോകുന്നു, ഒരു കോമ്പൗണ്ടിലേക്ക് പോകുന്നു അല്ലെ. മിസ് അതൊന്ന് ഇവിടെ ഒന്ന് നോക്കാം. കോമ്പൗണ്ട് നോക്കിയ മക്കളെ, ഇവിടെ നോക്കൂ. ഏതായിരുന്നു, CH3 സിംഗിൾ ബോണ്ട് CH2 അല്ലെ. CH3 സിംഗിൾ ബോണ്ട് CH2, സിംഗിൾ ബോണ്ട് CH2 ആൻഡ് സിംഗിൾ ബോണ്ട് CH ആൻഡ് സിംഗിൾ ബോണ്ട് CH3 അല്ലെ. അതിന്ന് ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട് അല്ലെ, CH3. അപ്പൊ നമ്മളിപ്പോ പഠിച്ചു എങ്ങനെയായിരുന്നു ബ്രാഞ്ചിന്റെ, ഒരു സിംഗിൾ ബ്രാഞ്ചുള്ള ആൽക്കെയിന്റെ പേര് കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച്, ആദ്യം തന്നെ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് ആണ് വേണ്ടത്. അപ്പൊ നമുക്കറിയാം എന്താ, മെയിൻ ചെയിൻ എന്ന് പറഞ്ഞാൽ ലോങ്സ്റ്റ് ചെയിൻ ആയിരിക്കണം. ഏത് ഉറക്കത്തിലും മിസ് വിളിച്ചു ചോദിക്കും. അപ്പൊ എന്ത് പറയണം, പേരിടുന്നതിന് 2 കാര്യമാണ് സിംഗിൾ ബ്രാഞ്ചിന്റെ കേസിൽ വരേണ്ടത്. ആദ്യം മെയിൻ ചെയിൻ എന്ന് പറയുന്നത് ലോങ്സ്റ്റ് ചെയിൻ ആയിരിക്കണം. ക്ലിയർ. ബ്രാഞ്ചിന്റെ നമ്പർ എപ്പോഴും എന്തായിരിക്കണം, സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കണം. ഇനി ബ്രാഞ്ചിനെ പറ്റിയിട്ട് 2 സാധ്യതകളാണ് കൂടുതലും വരാൻ ചാൻസ് ഉള്ളത്. എന്തായിരുന്നു, CH3 എവിടെ കണ്ടാലും മനസ്സിലാക്കണം അത് മീഥൈൽ ഗ്രൂപ്പ് ആണെന്ന്. അതല്ല, ഇനിയിപ്പോ ഒരു കണ്ടോ മക്കളെ, ഇവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാല്, ഇവിടത്തെ കേസ് വന്നാല് കണ്ടോ, ഇവിടെ ഒരു എന്ത് ചെയ്യുന്നു, CH2CH3, ഇയാളെ കണ്ടു കഴിഞ്ഞാൽ അത് ഈഥൈലാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇത്രയും കാര്യം നമ്മുടെ മെയിൻ അറിവിലേക്ക് വേണം. ഇനി നമ്മൾ പേരിടാൻ പോവാണ്. ഇവിടെ പോയി നോക്കടാ, ഇവിടെ കാർബണിന്റെ മെയിൻ ചെയിൻ ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത്. നോക്കിക്കോ, 1 2 3 4 5. ക്ലിയർ ആണല്ലോ അല്ലെ. ഓക്കെ, 5 വരെയുണ്ട്. ഇനി ഞാൻ ഉണ്ടല്ലോ ഇപ്പൊ ഇങ്ങനെ നേരെയാണ് എണ്ണ. പക്ഷെ എന്റെ അടുത്ത് നിങ്ങൾ ചോദിക്കാം, മിസ്സേ ഞങ്ങൾക്ക് എന്താ ഇവിടുന്ന് തൊട്ട് എണ്ണ എന്താ പ്രശ്നം എന്ന്. ഒരു പ്രശ്നമില്ല, നമുക്ക് എണ്ണിയാലോ. ഇതിന് മിസ് 1 കൊടുത്തു, ഇതിന് 2 കൊടുത്തു, ഇവിടെ 3 വന്നു, 4 വന്നു, 5 വന്നു. ആഹാ, കൊള്ളാലോ. ആദ്യത്തെ രീതിയിൽ നോക്കിയപ്പോ, ആദ്യത്തെ കേസിൽ ഇങ്ങനെ നമ്മൾ നേരെ നോക്കിയ സമയത്താണെങ്കിലും 5 വന്നു. അതല്ല, രണ്ടാമത്തെ കേസിൽ ഇങ്ങനെ നോക്കിയപ്പോൾ എന്ത് വന്നു, 5 വന്നു. ഓക്കെ, അപ്പൊ മിസ് എന്ത് ചെയ്യുന്നു, മിസ് ഇതിനെ മെയിൻ ചെയിൻ ആയിട്ട് എടുക്കുന്നു കേട്ടോ. മിസ് ഇതിനെ മെയിൻ ചെയിൻ ആയിട്ട് എടുത്ത് നേരെ കാണുന്നതിന് മിസ് മെയിൻ ചെയിൻ ആയി എടുത്തു. മക്കളെ നോക്കടാ, നേരെ കാണുന്നതിന് മിസ് മെയിൻ ചെയിൻ ആയി എടുത്തു. മിസ് എണ്ണി 1 2 3 4 5. മെയിൻ ചെയിനിൽ എത്ര കാർബൺ ആയിട്ടുണ്ട്, 5. 5 ആണെങ്കിൽ എന്റെ മക്കള് പറഞ്ഞ് വേർഡ് റൂട്ട് എന്താ വരാ, എന്താ വേർഡ് റൂട്ട് വരാ, 5 ആണെങ്കിൽ പെന്റ് അല്ലെ, പെന്റ് അല്ലേ വേർഡ് റൂട്ട് വരാ, ആണ്. ഇനി മിസ് ഇതിന് പേരിടാൻ പോവാണ്. അതിനു മുന്നേ മിസ് എന്ത് ചെയ്യുന്നു, നമ്പർ കൊടുക്കാൻ പോകുന്നു. ഓക്കെ, മിസ് ലെഫ്റ്റ് ടു റൈറ്റ് കൊടുക്കുന്നു, റൈറ്റ് ടു ലെഫ്റ്റ് കൊടുക്കുന്നു. മിസ് ഇപ്പോ ഇതിൽ പറഞ്ഞല്ലോ 2 സാധ്യതകളുണ്ട്. ഒന്ന്, ഇതിനെ മെയിൻ ചെയിൻ ആയിട്ടെടുത്തു, ഇതിനെ ബ്രാഞ്ച് ആയിട്ടെടുത്തു, ഇതൊരു സാധ്യത അല്ലെ. ഇനി അതല്ലെങ്കിൽ രണ്ടാമത്തെ സാധ്യതയുണ്ട്, അത് നമുക്ക് മിസ് വേറെ എഴുതിയിട്ട് കാണിച്ചു തരാം. ഇവിടെ നോക്കാട്ടോ, ഇവിടെ നോക്കിയടാ, 1 2 3 4 5. ക്ലിയർ. മിസ് ഇവിടെ നിന്ന് നമ്പർ ഇട്ടു, 1 2 3 4 5. പറഞ്ഞേ, ബ്രാഞ്ചിന് സ്മോളസ്റ്റ് നമ്പർ കൊടുക്കണം. ഈ ഇരിക്കുന്ന ബ്രാഞ്ച് 2 4 എന്ന പൊസിഷനിലാണ് കിട്ടുന്നത്. ഇതിൽ ഏതാണ് സ്മോളസ്റ്റ് നമ്പർ വരിക, 2 ആണോ 4 ആണോ, 2 അല്ലെ. ഇത് നമ്മൾ അടുത്ത എവിടെയെങ്കിലും പോയിട്ട് എണ്ണാൻ പഠിക്കണോ, വേണ്ടല്ലോ, വേണ്ട. 2 ആണ് സ്മോളസ്റ്റ് നമ്പർ. അപ്പോ നമ്മൾ ഇതിന്റെ പേര് എന്ത് കൊടുത്തു,
നമ്മള് മിസ് ഇവിടെ എഴുതുന്നുണ്ട് കേട്ടോ മക്കളെ, നോക്കടാ. സെക്കൻഡ് പൊസിഷൻ 3 കൊടുത്തു. ഇനി പേര് കൊടുക്കുമ്പോ എന്തായിരുന്നു റൂള് ആലോചിക്കണം കേട്ടോ. ഇവിടെ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് മിസ് കൊടുത്തു. ഹൈഫൻ ഏത് ഉറക്കത്തിലും ചോദിച്ചാൽ ഇതും ഓർക്കണം. പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് ഹൈഫൻ ആൽക്കേൽ ഗ്രൂപ്പിന്റെ പേര്, വേർഡ് റൂട്ട്, സഫിക്സ്. സഫിക്സ് എന്താണ്? ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ മിസ് പേര് കൊടുക്കാൻ പോവാണ്. മിസ് എന്ത് കൊടുത്തു? പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് എന്ത് കൊടുത്തു മിസ്? ഹൈഫൻ കൊടുത്തു. മിസ് എന്ത് കൊടുത്തു? ഹൈഫൻ കൊടുത്തു. ഹൈഫൻ കൊടുത്തു കഴിഞ്ഞിട്ട് മിസ് എന്താ ചെയ്തത്? ബ്രാഞ്ചിന്റെ പേര് കൊടുക്കാൻ പോവാ അല്ലെ. സെക്കൻഡ് പൊസിഷനിൽ നമ്മുടെ ബ്രാഞ്ച് ഇരിക്കുന്നു. CH3 ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും എന്ത് പേര് പറയണം എന്നാ മിസ് പറഞ്ഞിട്ടെ? മീഥൈൽ. ഓക്കെ, ഇനി അടുത്തത് എന്താ വേണ്ട? വേർഡ് റൂട്ട് കൊടുക്കണം മക്കളെ. 5 കാർബൺ ആണെങ്കിൽ വേർഡ് റൂട്ട് എന്താ വരിക? പെന്റ്. പിന്നെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് സഫിക്സ് പറഞ്ഞില്ല. ഇപ്പൊ എന്റെ പേര് ആതിര കെ. ഓക്കെ, ചില ആൾക്കാര്, എന്റെ ഒരു ഫ്രണ്ടിന്റെ പേരുണ്ട് മനു എം അജിത്ത്. ഓക്കെ, അപ്പൊ ഈ എം അജിത്ത് എന്നൊക്കെ പറയുന്നത് എന്താണ്? അവന്റെ പേരിന്റെ സഫിക്സ് ആണല്ലേ. അല്ലെ, അതുപോലെ നിങ്ങളുടെ പേരിന്റെ ഉണ്ടാവില്ലേ വീട്ടുപേരൊക്കെ വെക്കുന്നത്, അതാണ് ആക്ച്വലി സഫിക്സ് എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോ നമ്മുടെ ഈ കോമ്പൗണ്ടിന്റെ പേരെന്തായിരുന്നു? നോക്കടാ. നമ്പർ ഓഫ് കാർബൺ ആറ്റം ഇൻ ദ ലോങ്സ്റ്റ് ചെയിൻ 5. നെയിം ഓഫ് ബ്രാഞ്ച് മീഥൈൽ. പൊസിഷൻ ഓഫ് ബ്രാഞ്ച് സെക്കൻഡ് പൊസിഷൻ. എങ്ങനെ സെക്കൻഡ് പൊസിഷൻ കിട്ടി? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പേര് കൊടുക്കുന്നു, റൈറ്റ് നിന്ന് ലെഫ്റ്റിലേക്ക് പേര് കൊടുക്കുന്നു, അതിൽ സ്മോൾസ്റ്റ് പൊസിഷൻ എടുക്കുന്നു. അതാണ് പൊസിഷൻ ഓഫ് ബ്രാഞ്ച്. ക്ലിയർ? IUPAC നെയിം മീഥൈൽ പെന്റീൻ. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമ്മൾ എന്താ വേറെ ഒരാളും കൂടെ നോക്കാൻ പോവാണ് കേട്ടോ. അതിനു മുന്നേ മിസ് ഒരു സാധ്യതയുടെ കൂടെ കേസ് പറഞ്ഞില്ലടാ. ഇവിടെ ഒരു മിനിറ്റ്. എന്തായിരുന്നു? CH3 CH2 CH2 CH3 CH ഒരു ബ്രാഞ്ച് കൊടുത്തു. CH3 മിസ്റ്റർ ഇതിൽ ഈ കേസിൽ ഫസ്റ്റത്തെ കേസ് കേട്ടാ, കേസ് 1. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ എടുക്കണം ആഗ്രഹമില്ലെന്ന് വിചാരിക്കും. മെയിൻ ചെയിൻ 5 എണ്ണം വേണമെന്നല്ലേ ഉള്ളൂ. ഒന്ന് ഭംഗിയാക്കാം അല്ലെ. ഓക്കെ, 5 എണ്ണം വേണമെന്നേ ഉള്ളൂ. അപ്പൊ മിസ് എടുത്തു കേട്ടോ. മിസ് 5 എണ്ണം വരുന്ന വേറൊരു ചെയിൻ മിസ് എടുക്കുവാണ്. ഇത് കണ്ടോ? ഈ ചെയിനെ കണ്ടോ? ഓക്കെ, ക്ലിയർ. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5. ഇത് വേണമെങ്കിലും സാധ്യതയാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്പർ കൊടുക്കണമെങ്കിൽ ബ്രാഞ്ച് ആര് വന്നു? ഇയാളാണ് നമ്മുടെ ബ്രാഞ്ച് വന്നത്. ഓക്കെ, അതായത് മെയിൻ ചെയിനിൽ ഉൾപ്പെടുത്താത്ത ആൾ ആരാണോ അയാളാണ് ബ്രാഞ്ച് വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ മിസ് ഈ ഒരു കേസും നോക്കി. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു കോമ്പൗണ്ട് എടുത്താൽ നമുക്ക് 2 കേസുകളിൽ നമുക്ക് പേര് കൊടുക്കാം. അപ്പൊ മിസ് ആക്ച്വലി ഇതാണ് മെയിൻ ചെയിൻ ആയിട്ട് എടുത്ത് ചെയ്ത്. അതല്ല, നിങ്ങൾ പറയുവാണ് മിസ്സേ എനിക്ക് ഇതാണ് മെയിൻ ചെയിൻ എടുക്കണ്ടേ. ക്ലിയർ ആണ്? നിങ്ങൾ മെയിൻ ചെയിൻ എടുത്തു, ഒരു പ്രശ്നമില്ല. അപ്പോ നമ്മൾ എന്ത് ചെയ്യണം? നമ്പർ കൊടുക്കുന്നു. എന്ത്? 1 2 3 4 5. ഇനി അതല്ല, ഇവിടുന്ന് എടുത്തു തുടങ്ങണോ? കൊടുക്കണമല്ലോ, എന്നാലല്ലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ബ്രാഞ്ചിന്റെ പേര് കിട്ടുള്ളൂ. 1 2 3 4 അഗൈൻ ഇവിടെ എന്ത് വരുന്നു? 5 വരുന്നു അല്ലെ. അപ്പൊ ഇവിടുന്ന് നോക്കിയാലേ നോക്കടാ, ഇവിടെ ഒരു ബ്രാഞ്ചാ കിടക്കുന്നത്. ആ ബ്രാഞ്ചിന്റെ പൊസിഷൻ ഏതാ? അഗൈൻ 2 and 4 ആണ് എടുക്കുന്നത്. അപ്പൊ നമ്മൾ എന്തെടുക്കണം? സ്മോളസ്റ്റ് നമ്പർ എടുക്കണം, 2 എടുക്കണം. ക്ലിയർ? അപ്പോഴും പേരിന് എന്തെങ്കിലും മാറ്റമുണ്ടോ? ഒരു മാറ്റവും ഇല്ല. അതായത് 2 കൊടുത്തു, ഇത് കൊടുത്തു, മിസ് ഹൈഫൺ കൊടുത്തു, ദെൻ ബ്രാഞ്ചിന്റെ പേര് ഇവിടെയും CH3 ബ്രാഞ്ച് വരുന്നത്. അപ്പൊ എന്ത് കൊടുത്തു? മീഥൈലിന് കൊടുത്തു അല്ലെ. മീഥൈലിന് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് വേർഡ് റൂട്ട് 5 ആണ്, പെന്റ്. അത് കഴിഞ്ഞിട്ട് എന്താ? സിംഗിൾ ബോണ്ട് അല്ലേ വരുന്നത്. അപ്പൊ സഫിക്സ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, മിസ് ഇനി ഈ കേസിലേക്ക് പോവാണ് കേട്ടോ. ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഇവിടത്തെ ഇത് നിങ്ങള് ഇപ്പോ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് കണ്ടു, CH3. നമ്മള് ആദ്യം തന്നെ നമുക്കൊരു ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേരിടാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മെയിൻ ചെയിൻ കണ്ടുപിടിക്കും. എന്താ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത് കേട്ടോ. എന്താ മെയിൻ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, മെയിൻ ചെയിൻ എന്ന് വെച്ചാൽ ലോങ്സ്റ്റ് കാർബൺ ഉള്ള ചെയിൻ അല്ലേ. ഓക്കെടാ, നോക്കടാ. ഇവിടെ 1 2 3 4 5. ഇങ്ങനെയാണ് ഇപ്പൊ മിസ്സിന് 5 കിട്ടിയത്. മിസ് അപ്പോ ഇവിടെ എടുക്കണ്ടല്ലോ, ഇതും കൂടെ മിസ് എണ്ണാൻ പോവാണേ.
1 2 3 4 5. ആഹാ, ഇങ്ങനെ ഇപ്പോഴും 5 കിട്ടി. ഇനി വേണമെങ്കിൽ ഇങ്ങനെ വേണ്ട, 1 2 3 4 5. ഓക്കെ, അപ്പൊ 5 കിട്ടി. അപ്പൊ മിസ് എന്ത് ചെയ്യുന്നു? നോർമലി ഇങ്ങനെയൊക്കെ എങ്ങനെയാണ് എപ്പോഴും മാക്സിമം നമ്പർ ഓഫ് കാർബൺ ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ 5ആണ് വരുന്നത്. അപ്പൊ മിസ് ഇതന്നെ മെയിൻ ബ്രാഞ്ച് ആയി എടുത്തോട്ടാ. അങ്ങനെ കുറച്ചുകൂടി എളുപ്പം, കൂടുതൽ നമുക്ക് ചിന്തിക്കേണ്ടല്ലോ, നമുക്ക് ഇങ്ങനെ ഷോർട്ട് കട്ടിലൂടെ മാർക്ക് വാങ്ങാന്നുള്ളതാണല്ലോ നമ്മുടെ മെയിൻ ലക്ഷ്യം അല്ലെ. അപ്പോ എന്ത് ചെയ്യുന്നു? കാർബൺ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോ എന്താ 3 2 5 കാർബൺ ഉണ്ടല്ലേ. ഇനി ഇങ്ങനെയാണ് നിങ്ങൾക്ക് എടുക്കാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ എടുത്തോളൂ കേട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് ഇങ്ങനെ ഏത് രീതിയിൽ എണ്ണിയാലും ആ ഓർഗാനിക് കോമ്പൗണ്ടില് സെയിം കാർബൺ ആണ് വരുമെങ്കിൽ ഈ മെയിൻ ആയിട്ട് കിടക്കുന്ന ആള്, ഇങ്ങനെ മെയിൻ കെടുക്കൂലേ, അയാളെ നിങ്ങൾ മെയിൻ ചെയിൻ ആക്കിക്കോ. എന്നിട്ട് അവരിൽ നിന്ന് ഒരാൾ കെടുക്കുന്നുണ്ടല്ലോ, ഇവരാണ് നമ്മുടെ ബ്രാഞ്ച്. ഓക്കെ, അപ്പൊ എന്റെ മക്കൾക്ക് CH3 എന്ന ബ്രാഞ്ചിനെ നല്ല പരിചയമുണ്ട് അല്ലെ. CH3 നല്ല പരിചയമുണ്ട്. ഇന്ന് CH2 CH3 എവിടെയെങ്കിലും ഒരു കണ്ട് പരിചയം ഉണ്ടോ? അപ്പൊ മിസ് മറ്റേ സ്ലൈഡിലേക്ക് ഒന്ന് ഓടിപ്പോവും. കണ്ട, നല്ല പരിചയമുണ്ട്. ഇവിടെ ഉണ്ട് CH2 CH3 ഉണ്ട്. ആരാ? നെയിം എന്തായിരുന്നു? ഈഥൈലാണല്ലേ, ഈഥൈൽ. ഓക്കെ, അപ്പൊ ഇവിടത്തെ CH2 CH3 പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ എന്ത് പറഞ്ഞു? ഇവിടെ എന്തായിരുന്നു? ഈഥൈലാണ് അല്ലെ. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്തായിരുന്നു? അപ്പൊ നമ്മള് ലോങ്സ്റ്റ് ചെയിൻ കണ്ടുപിടിച്ചു, നമ്മുടെ ബ്രാഞ്ചിന്റെ പേര് കണ്ടുപിടിച്ചു. ബ്രാഞ്ചിന്റെ പേര് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോ മിസ് എന്ത് ചെയ്തു? ഇവിടെ നമ്പറിങ് കൊടുക്കാൻ പോവാ. ഓക്കെ, കിട്ടി. സിമ്പിൾ. മിസ് നമ്പർ ചെയ്യാൻ കൊടുക്കുവാണ്. ഇവിടെ 1 കൊടുത്തെ, 2 കൊടുത്തെ, 3 കൊടുത്തെ, 4 കൊടുത്തെ, 5 കൊടുത്തു. അതായത് മിസ്സിന്റെ റൈറ്റ് ടു ലെഫ്റ്റ് കൊടുത്തപ്പോ ഇങ്ങനെ വന്നു. മിസ് എഗെയിൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കുവാണ്. 1 2 3 4 5. ക്ലിയർ ആണല്ലോ? ഇങ്ങനെ കൊടുത്തപ്പോ ഇതും വന്നു. ഓക്കെ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി നിങ്ങൾക്ക് എന്താ? ഓക്കെ, റൈറ്റ് നിന്ന് ലെഫ്റ്റ് കൊടുത്തപ്പോഴും അത് തേർഡ് പൊസിഷനിലാണ്, ലെഫ്റ്റ് നിന്ന് റൈറ്റ് കൊടുത്തപ്പോഴും അത് തേർഡ് പൊസിഷനിലാണ് അല്ലെ. അപ്പൊ നമുക്ക് വലിയ ആലോചനയുടെ കേസൊന്നുമില്ല, രണ്ടും 3 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രാഞ്ചിന്റെ പൊസിഷൻ 3 ആയിട്ട് എടുക്കുന്നു. ബ്രാഞ്ചിന്റെ പൊസിഷൻ എന്തായിട്ട് എടുക്കുന്നു? 3 ആയിട്ട് എടുക്കുന്നു. എടാ ഇവിടെ നോക്കടാ, പേര് എഴുതുന്നതിന്റെ കേസ് വന്ന് കണ്ടില്ലേ? ഇവിടെ വന്നില്ലേ 3, തേർഡ് പൊസിഷനിലാണ് അത് എടുക്കുന്നത്. അതുകൊണ്ട് 3 കൊടുത്തു. എന്നിട്ട് പേര് കൊടുക്കണമെങ്കിൽ എന്തായിരുന്നു? പൊസിഷൻ ഓഫ് ബ്രാഞ്ച് ഹൈഫൻ ആൻഡ് ബ്രാഞ്ചിന്റെ പേര് ഈഥൈൽ. ബ്രാഞ്ചിന്റെ പേര് എന്തായിരുന്നു? ഈഥൈൽ അല്ലേടാ. CH2 CH3 അല്ല ബ്രാഞ്ച്. അപ്പൊ അതെന്തായിരുന്നു? ഈഥൈലാണ്. അത് കഴിഞ്ഞിട്ട് മെയിൻ ചെയിന്റെ വേർഡ് റൂട്ട് എത്രയാ? 5 കാർബൺ ആണുള്ളത്. അപ്പൊ വേർഡ് റൂട്ട് എന്താ വരിക? പെന്റ് വരും. വേർഡ് റൂട്ട് പെന്റ് വരും. അത് കഴിഞ്ഞിട്ട് സഫിക്സ് പറഞ്ഞു, സിംഗിൾ ബോണ്ട് അല്ലേ. കാർബണും തമ്മില് എല്ലാം സിംഗിൾ ബോണ്ടാണ്. അപ്പൊ സഫിക്സ് എപ്പോഴും എന്ത് വരും? എയിൻ വരും. ക്ലിയർ? അപ്പോ നമ്മുടെ കോമ്പൗണ്ടിന്റെ പേരെന്തായിരുന്നു? 3-ethyl pentane. 3-ethyl pentane. ക്ലിയർ മക്കളെ? നിങ്ങളുടെ പേര് എഴുതുമ്പോഴേ ഓക്കെ. ഇപ്പൊ മിസ് ഒരാളുടെ പേരൂടെ എഴുതോട്ടോ. മിസ് എന്താ പേര് എഴുതുന്നത്? അർച്ചന. മിസ് പേര് എഴുതുമ്പോഴേ ഇവിടെ എവിടെയെങ്കിലും ഗ്യാപ്പ് ഇട്ടിട്ടുണ്ടോ? ഇല്ല. ഗ്യാപ്പ് ഇട്ടിട്ടാണ് എഴുതിയിട്ടില്ല, അല്ല. അതുപോലെ മിസ് പേര് തുടങ്ങിയത് എന്താ? ക്യാപിറ്റൽ ലെറ്റർ അല്ലേ? ഇതേപോലെയാണ് ഇവന്മാരുടെ പേര് എഴുതുന്ന സമയത്തും ഇത് തുടങ്ങുമ്പോ എന്ത് കൊടുക്കണം? ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കണം, നിർബന്ധം. ക്യാപിറ്റൽ ലെറ്റർ നിർബന്ധം. ക്ലിയർ? എന്നിട്ട് ഇവിടെ ആക്ച്വലി ഇവിടെ ഗ്യാപ്പിന്റെ ആവശ്യമില്ല. അത് ഇതിന്റെ ഒരു മിസ്റ്റേക്ക് ആയി വന്നതാണ്. നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ഗ്യാപ്പ് ഇടാതെ വേണം ഇത് എഴുതാൻ. ക്ലിയർ അല്ലേ? സെറ്റല്ലേ? ഓക്കെ അല്ലേ? ഇനി അടുത്ത ആൾക്കാരെ ഞാനൊന്ന് എക്സാമ്പിൾ നോക്കേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾ നോക്കുവോ? ആണെങ്കിൽ ഇതും കൂടെ നമുക്കൊന്ന് ചെയ്യാം കേട്ടോ. സിംഗിൾ ബ്രാഞ്ചിന്റെ കേസിൽ നോക്ക്. അതായത് ഇവിടെ മിസ് ഇവിടത്തെ കേസ് എണ്ണിയപ്പോ എന്ത് വന്നു? 1 2 3 4. ഇത് നല്ലൊരു എക്സാമ്പിളാ. ഇത് ചെയ്യാം എന്തായാലും. മിസ് ആദ്യം ഞാൻ പറയുന്നു, നിങ്ങൾ നല്ല കുട്ടികളാ കേട്ടോ. ആരും ഇതിലെ പേരൊന്നും നോക്കാതെ നമ്മൾ ഒരുമിച്ചാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഏതായിരുന്നു? ഇത്. ക്ലിയർ? അപ്പൊ മിസ് എന്ത് ചെയ്തു? ആദ്യം തന്നെ കിട്ടിക്കഴിഞ്ഞാല് മിസ് മെയിൻ ചെയിൻ കണ്ടുപിടിക്കാൻ പോവാ. മെയിൻ ചെയിൻ കണ്ടുപിടിക്കാൻ പോകുമ്പോൾ മിസ് എന്ത് ചെയ്യുന്നു? ലോങ്സ്റ്റ് കാർബൺ, അതായത് ഏറ്റവും കൂടുതൽ കാർബൺ നമ്പർ ഉള്ളതാണ് എന്റെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം ഈ തേടി പോവാണ്, ലോങ്സ്റ്റ് ചെയിനെ തേടി പോവാണ്. അപ്പൊ നോക്കടാ, ഇവിടെ നോക്കിക്കഴിഞ്ഞാല് 1 2 3 4 ഇങ്ങനെ നോക്കിയാൽ 4 ആ വന്നത്. അതെടാ, ഇനി ഞാൻ ഈ രീതിയിൽ നോക്കാൻ പോവാം. 1 2 3 4 5. പിള്ളേരോ ഇങ്ങനെ നോക്കിയപ്പോ 4 വന്നു, ഇങ്ങനെ നോക്കിയപ്പോ എത്ര വന്നു? 5 വന്നു. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 4 ആണോ വലുത് 5 ആണോ വലുത്? സിമ്പിൾ, 5.
ഓക്കെ, ലോങ്സ്റ്റ് ചെയിൻ അപ്പൊ ഏതെടുക്കണം? 5 കാർബൺ അല്ലേ എടുക്കേണ്ടത്. അപ്പൊ മിസ് ഏതാണ് മിസ്സിന്റെ ഇവിടുത്തെ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്? മിസ്സിന്റെ ലോങ്സ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് ഇയാളാണ്, ഇയാളാണ്, ഇയാളാണ്. ക്ലിയർ? അതെന്തുകൊണ്ടാണ് ഇയാള് മിസ്സിന്റെ ലോങ്സ്റ്റ് ചെയിൻ ആയത്? കാര്യം ഈ വഴി നോക്കിയപ്പോഴാണ് എനിക്ക് 5 കാർബൺ കിട്ടിയത്. മിസ് ഈ വഴി നോക്കിയപ്പോ അത് 4 കാർബണേ കിട്ടിയുള്ളൂ. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ 5 കാർബൺ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്പർ ചെയ്യാൻ പോകുന്നു. ഓക്കെ, നമ്പർ ചെയ്യാൻ പോകുന്നേക്ക് മുമ്പ് മിസ് ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടുത്തെ ബ്രാഞ്ചിന്റെ പേരെന്താ? പേരെന്താ ഇവിടുത്തെ ബ്രാഞ്ചിന്റെ പേര്? CH3 ആണ്. CH3 ആണെങ്കിൽ ബ്രാഞ്ചിന്റെ പേര് എന്തായിരുന്നു? മീഥൈലാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമ്പറിങ് കൊടുക്കാൻ പോവാണ്. കൊടുക്കുമ്പോ എങ്ങനെയാ വരിക? അതായത് ഇവിടെ മിസ് താഴ്ന്നു കൊടുക്കുക കേട്ടോ. കൊടുക്കാം 1 2 3 4 5. ക്ലിയർ ആണല്ലോ? ഇനി മിസ് ഇവിടുന്ന് കൊടുക്കുക 1 2 3 4 5. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ എങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു നമുക്ക് ഇവിടുത്തെ ബ്രാഞ്ച് പറയുന്നത് ആരായിരുന്നു? ആൽക്കൈലാണ്. ഹലോ ഹലോ ഹലോ, ബ്രാഞ്ച് എന്തായിരുന്നു? ഇവിടെ 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 ബ്രാഞ്ച് എന്തായിരുന്നു? ആൽക്കൈലായിരുന്നു. ഏതാ പൊസിഷൻ വരുന്നത്? 3rd പൊസിഷൻ അല്ലേ? മിസ് ഏത് വീതി ഇപ്പൊ താഴേന്ന് മേലേക്ക് പോയി, മേലെന്ന് താഴേക്ക് പോയപ്പോഴും പൊസിഷൻ ഓഫ് ബ്രാഞ്ച് സെയിം നമ്പർ ആണ് അല്ലെ? 3rd പൊസിഷനിലാണ് വന്നിട്ടുള്ളത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ മിസ് എന്ത് ചെയ്തു? ഇവിടുത്തെ പൊസിഷൻ ഓഫ് ബ്രാഞ്ച് എന്ന് പറയുന്നത് 3rd. ക്ലിയർ? ഇനി ലോങ്സ്റ്റ് ചെയിൻ 5 കാർബൺ ഉണ്ട്. പറഞ്ഞോ, വേർഡ് റൂട്ട് പറഞ്ഞോ. എന്താ വേർഡ് റൂട്ട്? എന്തായിരുന്നു? ഒരാളാണെങ്കിൽ മെത്തായിരുന്നു, അടുത്ത ആളാണെങ്കിൽ മെത്തെത്ത് ബ്യൂട്ട് പെന്റ് 5 പെന്റ്. ഓക്കെ, അപ്പൊ മിസ് പേര് കൊടുക്കുമ്പോ ആദ്യം പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് ഏത് പൊസിഷനിലാണ് കിടന്നേ? 3rd പൊസിഷനിലല്ലേ? ആണ്. സിംപ്ലി 3rd പൊസിഷനിൽ കിടന്നു. ഒരു ഹൈഫൺ ഇട്ട് കൊടുത്തു. വല്ല ബുദ്ധിമുട്ടുണ്ടോ ഹൈഫൺ കൊടുക്കാൻ? എന്ത് ബുദ്ധിമുട്ടല്ലേ? ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മളൊരു ഹൈഫൺ കൊടുത്തു. ദെൻ ബ്രാഞ്ചിന്റെ പേരെന്താടാ വന്നേ? 3rd പൊസിഷനിലെ ബ്രാഞ്ച് പേരെന്താ വന്നത്? മീഥൈൽ അല്ലെ? CH3 എവിടെ കണ്ടാലും മീഥൈൽ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അത് കഴിഞ്ഞിട്ട് 5 കാർബൺ ആണുള്ളത്, അപ്പൊ പെന്റ് ആണെന്ന് മനസ്സിലാക്കുന്നു. സഫിക്സ് ഈസ് ഏൻ, അതായത് സിംഗിൾ ബോണ്ട് വന്നുകൊണ്ട് എയിനായി. ഇതിലും നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. സിംഗിൾ ബ്രാഞ്ച് ആൽക്കൈന്റെ പേരിടുമ്പോ പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് ഒരു ഹൈഫൺ കൊടുക്കുക. ഏതാണോ ആ ബ്രാഞ്ചിന്റെ പേര് എഴുതാം, വേർഡ് റൂട്ട് എഴുതാം. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഇനും കൂടെ ചേർത്ത് കൊടുക്കാം. സിമ്പിൾ അല്ലേ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ഇനി മിസ് ഇതിലിപ്പോ ചെയ്യാത്തതാകെ ഒരെണ്ണേ ഉള്ളൂ, അത് ഹോംവർക്ക് ആണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ അല്ലേടാ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോ പേരെഴുതുമ്പോ സിമ്പിൾ ആണ്. സിംഗിൾ ബ്രാഞ്ച് ഇപ്പൊ നമ്മൾ നിർത്താൻ പോവാണ്. പഠിച്ചു അല്ലെ? ഒന്ന് മിസ് പോയിന്റ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. സിംഗിൾ ബ്രാഞ്ച് ആൽക്കെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CC സിംഗിൾ ബോണ്ട് ആണ്. ക്ലിയർ? പേര് കൊടുക്കണമെങ്കിൽ ആദ്യം തന്നെ ഒരു ആളെ കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഓർഗാനിക് കോമ്പൗണ്ടിനെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നു? ആദ്യം തന്നെ ലോങ്സ്റ്റ് ചെയിനെ കണ്ടുപിടിക്കുന്നു. എങ്ങനെയാ ലോങ്സ്റ്റ് ചെയിനെ കണ്ടുപിടിക്കുക? ഏറ്റവും കൂടുതൽ കാർബണിന്റെ നമ്പർ ഏറ്റവും കൂടുതൽ ഏതാണോ അതാണ് അതിന്റെ എന്ത് വരുന്നത്? ലോങ്സ്റ്റ് ചെയിൻ വരുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് ബ്രാഞ്ചിന് എപ്പോഴും എന്തായിരിക്കണം? ബ്രാഞ്ചിന്റെ പൊസിഷൻ സ്മോളസ്റ്റ് നമ്പർ ആയിരിക്കണം. ഓക്കെ, ബ്രാഞ്ച് വരാൻ ആകെ 2 സാധ്യതകൾ നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനല്ലോ. അതിൽ CH3 എവിടെ കണ്ടു കഴിഞ്ഞാലും അത് മീഥൈലാണ്. CH2 CH3 ആണ് വരുന്നെങ്കിൽ അതെപ്പോഴും ഈഥൈലാണ്. ക്ലിയർ? ഇനി എന്തായിരുന്നു പേര് കൊടുക്കേണ്ടത്? അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കാം. പൊസിഷൻ നമ്പർ ഓഫ് ബ്രാഞ്ച് കൊടുത്തു. ഓക്കെ, ഹൈഫൺ കൊടുത്തു. ആ ബ്രാഞ്ചിന്റെ പേര് കൊടുത്തു. ഓക്കെ, ആ ബ്രാഞ്ചിന്റെ പേര് കൊടുക്കുമ്പോ അത് എന്ത് ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങണം. നിങ്ങളുടെ പേരൊക്കെ തുടങ്ങുന്നത് ക്യാപിറ്റൽ ലെറ്ററിലല്ലേ? അതുപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ തുടങ്ങണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേർഡ് റൂട്ട് കൊടുത്തു. 5 ആണ് കാർബൺ എങ്കിൽ എന്ത് വരും? പെന്റ് വരും. 6 ആണെങ്കിൽ ഹെക്സ് വരും. അപ്പൊ വേർഡ് റൂട്ട് ഏതാണോ ആ വേർഡ് റൂട്ട് കൊടുക്കാം. ദെൻ ലാസ്റ്റ് ഒരു ഇനും കൂടെ ഇട്ട് കൊടുത്താൽ സിമ്പിൾ അല്ലെ? സിമ്പിൾ ആൻഡ് പവർഫുൾ ആയിട്ട് നമ്മൾ എന്ത് പഠിച്ചു? സിംഗിൾ ബ്രാഞ്ച് ആൽക്കെയിൻസിനെ പഠിച്ചു. ക്ലിയർ അല്ലേടാ? അല്ലെ?